വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. 5 പേർക്ക് പുതുജീവനേകി തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാൽ. ഹൃദയം എയർ ആംബുലൻസിൽ കോട്ടയത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അഖിൽ കെ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, കോട്ടയത്ത് എത്തിച്ചോ? ശ്രുതി, അല്പസമയം മുമ്പാണ് എയർ ആംബുലൻസിൽ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് ഹൃദയം എത്തിച്ചത്. ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുതിച്ചു പായുകയാണ്. കുമരകം സ്വദേശിയായിട്ടുള്ള അരുണിനാണ് ആ ഹൃദയം പകർന്നു വെക്കാൻ പോകുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം സ്വദേശിയായിട്ട് കൃഷ്ണലാലിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്തത്. അതിൽ ഹൃദയമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്, അതായത് ഇന്ന് പരിശോധന നടത്തുമ്പോൾ ഈ കുമരകം സ്വദേശിയായിട്ടുള്ള അരുണുമായി അത് കൃത്യമായി മാച്ചായി. നേരത്തെയും ഒരു തവണ അരുണിന് വേണ്ടി ഒരു ഹൃദയം പരിശോധിച്ചാണ്, പക്ഷേ അന്ന് അത് മാച്ച് ആയിരുന്നില്ല. അന്ന് കാരണം കൊണ്ട് മാറ്റേണ്ടി വന്നു. പിന്നീട് ഇപ്പോൾ അത് വീണ്ടും മാച്ച് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി അവിടേക്ക് വരാനുള്ള നടപടികൾ, കേസോട്ടയുടെ നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട്, അതായത് 2:30 തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസ് പുറപ്പെട്ടത്. 2:55, അതായത് പറഞ്ഞ സമയം കൃത്യമായി തന്നെ പാലിക്കപ്പെട്ടിരിക്കുന്നു. 25 മിനിറ്റോളം സമയത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തി. വളരെ പെട്ടെന്ന് തന്നെ, അതായത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ നിന്നും ആ ഹൃദയം പുറത്തേക്ക് എടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഹൃദയം, വൃക്ക, കരൾ, കോർണിയ തുടങ്ങിയ 5 അവയവങ്ങളായിരുന്നു ഈ കൃഷ്ണലാലിൽ നിന്നും മാറ്റിയിരുന്നത്. അതായത് ഈ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയായിരുന്നു 33-കാരനാണ് കൃഷ്ണലാൽ എന്ന് പറയുന്നത്. എന്തായാലും ആ ഹൃദയം ഇപ്പോൾ ഇതാ കോട്ടയത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അത് കുമരകം സ്വദേശിയായിട്ടുള്ള അരുണിലൂടെ അതിനൊരു പുതുജീവൻ കൂടി പകരും. അതായത് രണ്ട് ഓപ്പറേഷൻ അടക്കം കഴിഞ്ഞതാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളായി കുറെ കാലമായി ചികിത്സയിലായിരുന്നു. തുടർന്ന് 14 ലക്ഷത്തോളം ചികിത്സാ സഹായമുണ്ട്. 14 ലക്ഷത്തോളം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഒരു ബോർഡ് രൂപീകരിച്ച 14 ലക്ഷം രൂപ ചികിത്സാ സഹായവും പണമൊക്കെ പിരിച്ചിരുന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു ഹൃദയം മാച്ച് ആവുന്ന ഒരു ഹൃദയം ഏറെ നോക്കി നടക്കുമെന്നും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കൃഷ്ണലാലിന്റെ ഹൃദയം അദ്ദേഹം അരുണിന് മാച്ച് ആവുകയും പിന്നീട് കൃഷ്ണലാലിന്റെ കുടുംബം ആ അവയവാനത്തിനൊക്കെ തയ്യാറായതോടുകൂടി തന്നെ ആ ഒരു അരുണിലേക്ക് ആ ഹൃദയം ഒരു പുതുജീവൻ നൽകുന്നു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയം മുമ്പ് ആ ഹൃദയം ഇവിടെ പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് എത്തിച്ചു. വളരെ വേഗത്തിൽ തന്നെ ആംബുലൻസിൽ കയറ്റി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയം കൊണ്ടുപോയിരിക്കുകയാണ്. ശ്രുതി, വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള കൃഷ്ണലാലിന്റെ മൃതദേഹം, തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണലാലിന്റെ ഹൃദയം ആണ് ഇപ്പോൾ കോട്ടയത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഹൃദയം എയർ ആംബുലൻസിലാണ് കോട്ടയത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. 5 അവയവങ്ങളാണ് ദാനം ചെയ്തിരിക്കുന്നത്. അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്.